കർത്താവ് പൂർണ്ണ ദൈവമല്ല എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട്. ഇത് ഒരു വളരെ വലിയ ഡിബേറ്റായി മാറുന്ന പശ്ചാത്തലത്തിലാണ് ഉയർപ്പിനെയും രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നോക്കിപ്പാർക്കലെല്ലാം വിശദമായിട്ട് നിത്യാവിശ്വാസ പ്രമാണത്തിലുണ്ട്. അത്തരത്തിലൊരു വിഷയം പഠിക്കുന്നതിന് അവസരം നൽകുന്ന ഇനിഷ്യേറ്റീവ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നടന്നു വരികയാണ്. യേശുവിന്റെ സ്നാന സമയത്ത് തൃത്വത്തെക്കുറിച്ചുള്ള ആ ഒരു 3 ആളത്വങ്ങളും സജീവമായി ഒരേ സമയത്തുണ്ട് എന്നുള്ള വേറിട്ട ചിന്തകൾ സുവിശേഷത്തിന്റെ ആ ഒരു തുടർച്ചയിൽ നിന്ന് മാറി സംഭവിച്ചു. പുതിയ നിയമ പുസ്തകങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടെ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തതയോടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ളതാണ്. ത്രിയേക ദൈവത്തിന് സ്തുതി. മലങ്കര മാർത്തോമാ ശ്രീയാനി സഭ എല്ലാ കാലത്തും പഠനത്തിനും ചർച്ചയ്ക്കും വളരെ പ്രാധാന്യം നൽകുന്ന സഭയാണ്. പ്രത്യേകിച്ച് സഭയുടെ വാർഷിക പ്രതിനിധി മണ്ഡല യോഗത്തോടനുബന്ധിച്ച് ഒരു വിഷയം പഠനത്തിന് വിധേയമാക്കുന്ന മണ്ഡലാംഗങ്ങൾ അത്തരത്തിലൊരു വിഷയം പഠിക്കുന്നതിന് അവസരം നൽകുന്ന ഇനിഷ്യേറ്റീവ് കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി നടന്നു വരികയാണ്. ഈ ഒരു വിഷയം സഭയുടെ വിവിധ തലങ്ങളിൽ, ഭദ്രാസന, സെന്റർ, ഇടവക തലങ്ങളിൽ ഈ വിഷയത്തെ തുടർ ചർച്ചയ്ക്ക് വിധേയമാക്കുന്നതിന് മാർത്തോമാ ചർച്ച് ആനിമേഷൻ സെന്ററിനെ സഭ നിയോഗിച്ചിരിക്കുകയാണ്. അത്തരത്തിൽ കഴിഞ്ഞ ചില വർഷങ്ങളായി പലയിടങ്ങളിൽ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകുന്നതിന് ആനിമേഷൻ സെന്ററിന് സാധിച്ചിട്ടുണ്ട്. സഭ മുഴുവൻ ഒരു വിഷയം ഒരു വർഷം പഠിക്കുന്നതിനുള്ള വലിയ അവസരമാണ് നമുക്ക് തുറന്നു ലഭിച്ചിരിക്കുന്നത്. കാലിക പ്രസക്തിയുള്ള ധാരാളം വിഷയങ്ങൾ ഈ കാലമൊക്കെയും ചർച്ച ചെയ്യുന്നതിന് നമുക്ക് സാധിക്കുകയുണ്ടായി. ഈ വർഷത്തെ സഭയുടെ മണ്ഡലത്തിന്റെ പഠന വിഷയം ഞങ്ങൾ വിശ്വസിക്കുന്നു നിത്യാവിശ്വാസ പ്രമാണത്തിന്റെ കാലിക പ്രസക്തി എന്നുള്ളതാണ്. ഈ ഒരു വിഷയം ഇന്ന് നമ്മൾ പാനൽ ചർച്ചയ്ക്ക് ആയി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഈ പാനൽ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നതിന് നമ്മുടെ സഭയിലെ ഏറ്റവും അനുഗ്രഹീതരായ ദൈവശാസ്ത്ര വിചക്ഷകരെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അവരെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നതിലും പരിചയപ്പെടുത്തുന്നതിലും എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ മണ്ഡലത്തിൻ്റെ പഠന ഈ പ്രോഗ്രാമിന് കൺവീനറായി പ്രവർത്തിക്കുന്നത് നമുക്ക് ഏവർക്കും പരിചിതനായ ഏറെ ബഹുമാനമുള്ള ഡോക്ടർ ജോൺ ഫിലിപ്പ് അട്ടത്തറയിൽ അച്ഛനാണ്. അച്ഛൻ മാർത്തോമാ വൈദിക സെമിനാരിയിൽ സിസ്റ്റമാറ്റിക് തിയോളജി ദൈവശാസ്ത്ര അധ്യാപകനായി അനുഗ്രഹീതമായ സേവനം അനുഷ്ഠിക്കുന്നു. ഈ പഠന ബുക്ക് കൃത്യസമയത്ത് രൂപകൽപ്പന ചെയ്ത് ഇറക്കുന്നതിന് നേതൃത്വം നൽകിയതും ഈ പഠനത്തിന് നേതൃത്വം നൽകുന്നതും ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ സണ്ണി മാത്യു അച്ഛൻ മാർത്തോമാ സഭയിൽ വളരെ അനുഗ്രഹീതമായ സേവനം അനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട അച്ഛനാണ്. ഫരീദാബാദ് ധർമ്മജ്യോതി മാർത്തോമാ സെമിനാരിക്ക് അനുഗ്രഹീതമായ നേതൃത്വം പ്രിൻസിപ്പൽ എന്ന നിലയിൽ, ചരിത്ര അധ്യാപകൻ എന്ന നിലയിൽ മാർത്തോമാ സെമിനാരിക്ക് സഭയിൽ ആകമാനം വളരെ ശ്രേഷ്ഠമായ സംഭാവന നൽകിയ ആളാണ് ബഹുമാനപ്പെട്ട അച്ഛൻ. അച്ഛൻ ഇന്ന് ഈ പാനലിൽ ചേരുന്നു. വളരെ സന്തോഷത്തോടെ അച്ഛനെയും സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിബു കുര്യനച്ഛൻ മാർത്തോമാ സെമിനാരിയിൽ പുതിയ നിയമ അധ്യാപകനായി സേവനമനുഷ്ഠിക്കുന്നു. ഇന്ന് ഈ നല്ലൊരു പ്രഭാഷകനാണ്. ഇന്ന് ഈ ചർച്ചയിൽ നിത്യാവിശ്വാസ പ്രമാണത്തിൻ്റെ വേദപുസ്തക അടിസ്ഥാനവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾക്ക് അച്ഛനാണ് ആവശ്യമായിട്ടുള്ള മറുപടികൾ നൽകുന്നത്. അച്ഛനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഡോക്ടർ ഈസ സത്യാൽ സാറാണ് ചർച്ച് ആനിമേഷൻ സെന്ററിൻ്റെ ഈ മണ്ഡല പരിപാടികളുടെ ക്രമീകരണങ്ങളിൽ നല്ല നേതൃത്വം നൽകുന്നത്. സാറും വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവശാസ്ത്ര ചിന്തകനാണ്, സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ്, ഗ്രന്ഥകാരനാണ്. സാറിനെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട ഡോക്ടർ പ്രൈസി വിൽസൺ കൊച്ചമ്മ നമുക്കേറെ സുപരിചിതയാണ്. കൊച്ചമ്മയും ഒരു നല്ല പ്രഭാഷക, ദൈവശാസ്ത്ര അധ്യാപിക എന്ന നിലയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. കൊച്ചമ്മയും ഏറെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ചർച്ചയിലേക്ക് പ്രവേശിക്കാം. എനിക്ക് തോന്നുന്നു ആദ്യം നമ്മൾ ആരംഭിക്കേണ്ടത് ജോൺ ഫിലിപ്പ് അച്ഛനിൽ നിന്നാണ്. അച്ഛനാണല്ലോ ഈ പഠന പ്രക്രിയയ്ക്ക് ഈ വർഷം അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്നത്. സാധാരണയായി രാഷ്ട്രീയ സാമൂഹിക വിഷയങ്ങൾ പലതുമാണ്. അതിൽ സഭയുടെ ദൗത്യത്തെക്കുറിച്ചുള്ള ചർച്ചകളാണ് മണ്ഡല പഠനങ്ങൾ സാധാരണയായി നടക്കാറുള്ളത്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ ഒരു മത നിരപേക്ഷതയെ നേരെ ഉയർത്തുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഈ വർഷം നമ്മുടെ അടിസ്ഥാന വിശ്വാസവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിത്യ വിശ്വാസ പ്രമാണത്തെക്കുറിച്ചുള്ള ചർച്ചയാണ് നടന്നത്. അച്ഛൻ അതിന് അനുഗ്രഹീതമായി നേതൃത്വം നൽകുന്നു. എന്താണ് ഇങ്ങനൊരു വിഷയം തിരഞ്ഞെടുക്കുവാൻ ഇടയായത്?
അതിന് പിന്നിലെ സാങ്കത്യം എന്താണ്? നിക്കാ വിശ്വാസ പ്രമാണത്തിൻ്റെ 1700 വാർഷികമാണ് 2025. ലോകമെങ്ങും ഈ വിഷയത്തെ സംബന്ധിച്ചുള്ള പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. AD 325 രൂപപ്പെട്ട വേദപുസ്തകാടിസ്ഥാനത്തിലുള്ള ആദിമ സഭാ ഗുരുക്കന്മാരുടെ പഠിപ്പിക്കലിൽ അപ്പോസ്തോലിക പിന്തുടർച്ചയിലുള്ള വിശ്വാസ പ്രമാണം ക്രൈസ്തവ സഭയുടെ ആരാധനയുടെയും വിശ്വാസത്തിൻ്റെയും ധാർമ്മികതയുടെയും ഒരു അടിസ്ഥാന രൂപരേഖയാണ്. ക്രൈസ്തവ സഭകളിലെ എല്ലാം ഒരു പൊതുസമ്പത്ത് എന്ന് പറയാം. ഒരു കാലഘട്ടത്തിൻ്റെ വലിയ മാറ്റത്തിൽ, ചരിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വിശ്വാസ പ്രമാണത്തിൻ്റെ കാലിക സാങ്കത്യം കണ്ടെത്തേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് എക്യുമെനിക്കൽ കമ്മിറ്റി ഈ ഒരു വിഷയം പഠിക്കണമെന്ന് സഭാ കൗൺസിലിനോട് ആവശ്യപ്പെടുകയും കൗൺസിൽ നിക്കായി അധികരിച്ചൊരു പഠനത്തിന് തീരുമാനമെടുക്കുകയാണ് ചെയ്തത്. ഇതിനൊരു തലക്കെട്ട് ഞങ്ങൾ ആലോചിച്ചപ്പോൾ കൊടുത്തത് ഞങ്ങൾ വിശ്വസിക്കുന്നു നിക്കായുടെ കാലിക പ്രസക്തി എന്നതാണ്. ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ പൊതു തലമെന്ന് പറയുന്നത് സഭയുടെ ആരാധനയുടെയും സാമൂഹ്യ ദർശനത്തിൻ്റെയും ഫലമാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിക്കായുടെ കാലിക പ്രസക്തി. അതുകൊണ്ട് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയതിലൂടെ സഭയിലെ എല്ലാ ജനങ്ങൾക്കും സഭയുടെ എല്ലാ മേഖലകളിലും ഈ വിഷയത്തെക്കുറിച്ച് പഠനം നടക്കുകയും നമ്മുടെ ആരാധനാ ജീവിതത്തെ കുറെ കൂടെ അർത്ഥവത്താക്കുന്നതിന്, നവീകരണ ദർശനം കുറെ കൂടെ ബലപ്പെടുത്തുന്നതിന്, നമ്മുടെ പഠനങ്ങൾ രൂപപ്പെടുന്നതിന്, വിശ്വാസാചാരങ്ങളെക്കുറിച്ച് കുറച്ചുകൂടി വ്യക്തത കിട്ടുന്നതിനുള്ളൊരു ശ്രമമാണ് ഈ തീമിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. താങ്ക് യു അച്ഛൻ. എനിക്ക് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത് ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിബു കുര്യൻ അച്ഛനോടാണ്. അച്ഛൻ, പലപ്പോഴും വിശ്വാസ പ്രമാണവും വേദപുസ്തകവും 2 തലങ്ങളിലാണ് എന്ന് പലപ്പോഴും ആളുകൾ ചിന്തിക്കാറുണ്ട്. നിക്കാ വിശ്വാസ പ്രമാണത്തിൻ്റെ അല്ലെ വിശ്വാസ പ്രമാണങ്ങളുടെ പൊതുവെ ഒരു വേദപുസ്തക അടിസ്ഥാനം എന്താണ്? ഇവയെ രണ്ടും 2 ദിശകൾ, എതിർ ദിശകൾ നിൽക്കുന്ന കാര്യങ്ങളായിട്ടാണോ നമ്മൾ കാണേണ്ടത്? അതോ ഇത് തീർത്തും വേദപുസ്തക അടിസ്ഥാനത്തിലുള്ളതാണോ നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം? വിശ്വാസ പ്രമാണങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലനിൽക്കുന്നത്. വിശുദ്ധ വേദപുസ്തകം വിശ്വാസത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതായ കാര്യങ്ങൾ. വിശുദ്ധ വേദപുസ്തകം അതിരൂപീകൃതമായി തീർന്നതായ ഒരു സാമൂഹിക, സാംസ്കാരിക, സാമ്പത്തിക പശ്ചാത്തലത്തിൽ ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനങ്ങളാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ വളരെ വ്യക്തതയോടെ കാണാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ പറയുകയാണെങ്കിൽ സൃഷ്ടിയുടെ വിവരണം വിശുദ്ധ വേദപുസ്തകം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നതായ സമയത്ത് ഒരു വിശ്വാസ ജനത ലോകത്തോട് വളരെ വ്യക്തമായിട്ട് വിളിച്ചു പറയുന്നത് ദൈവമാണ് സകലത്തിന്റെയും സൃഷ്ടിതാവ്. അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ തന്നെ ബേസിക് ഫെയ്ത്ത് അഫർമേഷൻ വിശുദ്ധ വേദപുസ്തകത്തിൽ വിശ്വാസ പ്രമാണത്തിൽ തന്നെ, അല്ലെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നെയുള്ള വിശ്വാസത്തിന്റെ പ്രമാണങ്ങളാണ് നിക്കാ വിശ്വാസ പ്രമാണത്തിലും അടങ്ങിയിരിക്കുന്നത്. അത് തുടർന്ന് ഓരോ വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ പുസ്തകങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാലും നമ്മൾക്കിത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഉദാഹരണമായിട്ട് ഒരു ജനതയുടെ ജീവിതത്തിന്റെ എക്സ്പീരിയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് അവരുടെ ജീവിതത്തിന്റെ വിശ്വാസ പ്രമാണങ്ങളൊക്കെ അത് മുൻപോട്ട് പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. യേശുവിന്റെ 2ാമത്തെ വരവിനെ കുറിച്ച് നിക്കാ വിശ്വാസ പ്രമാണം പറയുന്നത് തന്നെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിലാണ്. വെളിപാട് പുസ്തകം അവസാന അധ്യായത്തിന്റെ അവസാന വാക്യത്തിലേക്ക് വരുമ്പോൾ ആമേൻ യേശുവേ വരേണമേ എന്ന വിശ്വാസ പ്രമാണം ഒരു ജനതയുടെ ആദിമ സഭയുടെ വിശ്വാസത്തിന്റെ വലിയ പ്രഖ്യാപനമാണ്. ആ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തന്നെയാണ് നിക്കാ വിശ്വാസ പ്രമാണത്തിൽ വളരെ വ്യക്തതയോടെ കാണുന്നത്. ഇത് രണ്ടല്ല, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഷിബു അച്ഛൻ പറയുണ്ടായി വേദപുസ്തക അടിസ്ഥാനം തീർച്ചയായും നിക്കാ വിശ്വാസ പ്രമാണത്തിനുണ്ട് എന്ന്. എന്നാൽ ഇങ്ങനെയൊരു നിക്കാ വിശ്വാസ പ്രമാണം, ഇങ്ങനൊരു വിശ്വാസ പ്രമാണം രൂപീകൃതമാകുന്നതിൻ്റെ പിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഹിസ്റ്റോറിക്കൽ നെസസിറ്റി ഉണ്ടായിരുന്നോ, ചരിത്രപരമായ ഒരു ആവശ്യകത ഉണ്ടായിരുന്നോ എന്ന് ബഹുമാനപ്പെട്ട ഡോക്ടർ സണ്ണി മാത്യു അച്ഛനോടാണ് ചോദിക്കാനുള്ളത്. വാട്ട് വാസ് ദ ഇമ്മീഡിയറ്റ് ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റ്? ഏത് ദർശനവും ഏത് വിശ്വാസ ധാരയും രൂപപ്പെടുന്നത് അതിൻ്റെതായ പ്രത്യേക രാഷ്ട്രീയ, സാമൂഹിക അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് പശ്ചാത്തലങ്ങളുടെ വെളിച്ചത്തിലാണ്. ഏതാണ്ട് 1-ാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തോടു കൂടെ തന്നെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ കേന്ദ്രം ഏതാണ് എന്നുള്ള ചോദ്യത്തിന് പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമാകുന്ന ദൈവത്തിലാണ് എന്നുള്ളത് ഒരു ഏകദേശ ധാരണ രൂപപ്പെട്ടു കഴിഞ്ഞു. എന്നാൽ അതുമായി ബന്ധപ്പെട്ട പിന്നീട് വന്നതായ ചിന്തകൾ
പല രീതിയിലുള്ള വാദ കോലാഹലങ്ങൾക്കൊക്കെ കാരണമായിട്ടുണ്ട്. ഏതാണ്ട് 300 അടുത്ത വരുന്നതായ കാലഘട്ടത്തിൽ പിതാവും പുത്രനും തമ്മിലുള്ളതായ ബന്ധം എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രശ്നമായി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അതിന് കാരണമായി തീർന്നത് ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന ഏരിയസ് എന്ന് പറയുന്ന ഒരാളുടെ പഠിപ്പിക്കലാണ്. അദ്ദേഹം പറഞ്ഞു, പിതാവ് ഇറ്റേണലാണ്, അനാദിയാണ്, എന്നാൽ പുത്രൻ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടവനാണ്. അപ്പോൾ പുത്രൻ പിന്നീട് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ പിതാവിനോട് സമനല്ല എന്ന് വരും. മാത്രമല്ല പിതാവിൻ്റെ ഒരു സ്വരൂപം അല്ല എന്നുള്ളതും വരും. എസൻസിൽ അവർ വ്യത്യസ്തരാണ് എന്നുള്ളത് വരും. അപ്പൊ അത് കുറച്ചുകൂടെ വിശാലമായ തലത്തിലേക്ക് പോകുമ്പോൾ, ക്രിസ്തുശാസ്ത്രവുമായി ബന്ധപ്പെടുത്തുമ്പോൾ കർത്താവ് പൂർണ്ണ ദൈവമല്ല എന്നുള്ളതായ ഒരു കാഴ്ചപ്പാട് രൂപം. ഇത് ഒരു വളരെ വലിയ ഡിബേറ്റായി മാറുന്ന പശ്ചാത്തലത്തിലാണ് സഭ ഒന്നടങ്കം കൂടിച്ചേരുന്നതും നിഖ്യായിൽ അവിടെ അതിനെക്കുറിച്ചുള്ള കൃത്യമായ ഒരു പഠനം ഉണ്ടാകുന്നതും അതിൻ്റെ വെളിച്ചത്തിൽ പിതാവും പുത്രനും സാരാംശത്തിൽ ഒന്നാണ് എന്നുള്ളത് ശക്തീകരിക്കപ്പെടുന്നത്. കാരണം അല്ലെങ്കിൽ അത് രക്ഷാസിദ്ധാന്തത്തെ, രക്ഷാശാസ്ത്രത്തെ തന്നെ സാരമായി ബാധിക്കും എന്നുള്ള പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു ചിന്തയ്ക്ക് കാരണമാകുന്നതും ഒരുമിച്ച് ദൈവശാസ്ത്രപരമായി അത് വേദപുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ആണ് ഈ കാഴ്ചപ്പാട് കൂടുതൽ ശക്തീകരിക്കപ്പെട്ട് വരുന്നതും. നിഖ്യായുടെ വിശ്വാസ പ്രമാണത്തിന്റെ 2ാമത്തെ ആർട്ടിക്കിളിൽ അത് വളരെ ശക്തമായ രീതിയിൽ പ്രതിപാദിക്കപ്പെടും. ബഹുമാനപ്പെട്ട സണ്ണിയച്ചൻ പറഞ്ഞു നിർത്തിയെടുത്തു നിന്ന് നമുക്ക് തുടരാം. ഞാൻ പ്രൈസി കൊച്ചമ്മയിലേക്ക് വരികയാണ്. കൊച്ചമ്മ, അച്ഛൻ പറഞ്ഞതുപോലെ തൃത്വോപദേശമാണ് നമ്മുടെ ദൈവസങ്കല്പത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴും അതൊത്തിരി സങ്കീർണതയുള്ള സമസ്യകളാണ് നമ്മുടെ മുമ്പിൽ. എന്താണ് തൃത്വം എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താണ് നിഖ്യാവിശ്വാസ പ്രമാണം തൃത്വത്തെക്കുറിച്ച് നൽകുന്ന ഉൾക്കാഴ്ചകൾ? എന്താണ് നൽകുന്ന വിശദീകരണങ്ങൾ? തൃത്വം എന്ന പദം വേദപുസ്തകത്തിൽ നമ്മൾ പ്രത്യക്ഷത്തിൽ ഉപയോഗിച്ച് കാണുന്നില്ല. അതേപോലെ നിഖ്യാവിശ്വാസ പ്രമാണത്തിലും തൃത്വം എന്നുള്ള പദം പ്രത്യക്ഷമായിട്ട് കാണുന്നില്ല. എങ്കിലും വേദപുസ്തകത്തിൽ അടിസ്ഥാനപ്പെട്ട് രൂപീകൃതമായ ദൈവശാസ്ത്ര ആശയങ്ങളുടെ സംക്ഷേപം എന്ന നിലയിൽ ഇതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിന്റെ ഉള്ളടക്കം നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ കാണുന്നു. നിഖ്യാവിശ്വാസ പ്രമാണം ഒന്നിലേറെ വേദോപദേശങ്ങൾ, ഡോക്ട്രിൻസ് അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഡോക്ട്രിൻ ഓഫ് ട്രിനിറ്റി, അതായത് ത്രിയേക ദൈവത്തെക്കുറിച്ചുള്ള ഒരു വേദോപദേശം വളരെ ശക്തമായി നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നാം കാണുകയാണ്. 1-ാം ഖണ്ഡിക മുഴുവനും പിതാവായ ദൈവത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. 2ാമത്തെ ഖണ്ഡിക പുത്രനായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്. 3-ാമത്തെ ഖണ്ഡിക പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ളതും അതോടൊപ്പം സഭയെക്കുറിച്ചുള്ളതും ചേർന്ന് വരുന്നു. തൃത്വം എന്ന പദത്തിന്റെ അർത്ഥം നാം മനസ്സിലാക്കുന്നത് 3 ആളത്വങ്ങളുള്ള ദൈവം ഏകമായി വസിക്കുന്നു, പ്രവർത്തിക്കുന്നു, ജീവിക്കുന്നു, നമ്മളുടെ ഇടയിൽ എപ്പോഴും സജീവമായി ഉണ്ട് എന്നുള്ള വിശ്വാസമാണ്. നിഖ്യാവിശ്വാസ പ്രമാണം അതാണ് പറയുന്നത്. ബഹുമാനപ്പെട്ട സണ്ണി മാത്യുച്ചൻ പറഞ്ഞതുപോലെ ആദ്യ നൂറ്റാണ്ടുകൾ, അതായത് 2-ാം നൂറ്റാണ്ട് വിശുദ്ധ ഐറേനിയസ് തുടങ്ങിയ ദൈവശാസ്ത്രജ്ഞരുടെ പ്രത്യേകമായ പഠിപ്പിക്കയിൽ രക്ഷയുമായി ബന്ധപ്പെട്ട് തൃത്വദൈവത്തെക്കുറിച്ചുള്ള ആശയങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു, ഇക്കോണമി ഓഫ് സാൽവേഷൻ എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ. എന്നാൽ തുടർന്ന് തർക്കങ്ങൾ ഉണ്ടായി, സംവാദങ്ങൾ ഉണ്ടായി. അതിന്റെ ഫലമായി 4-ാം നൂറ്റാണ്ടിൽ നിഖ്യാവിശ്വാസ പ്രമാണം രൂപപ്പെടുത്തുമ്പോൾ പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, ഇത് 3 പ്രത്യക്ഷപ്പെടലുകളല്ല, 3 ഭാവങ്ങളല്ല, വേർതിരിഞ്ഞ് നിൽക്കുന്നില്ല, വേർപെട്ട് നിൽക്കുന്നില്ല എന്നുള്ളത് എംഫസൈസ് ചെയ്യുവാനായിട്ട് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക ദൈവത്വം 3 ആളത്വങ്ങളിലും സമതുല്യതയോടുകൂടെയും സമനിത്യതയോടുകൂടെയും ഉണ്ട് എന്നുള്ള ആ ഒരു എംഫസിസ് ആണ്, ഊന്നലാണ് പറയാനായിട്ട് ശ്രമിക്കുന്നത്. അടുത്തുള്ള ചർച്ചകളിൽ അത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു.
ഇത് മൂന്നും പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ഏക ലക്ഷ്യമാണ് അതിനുള്ളത്, ഏക ഉദ്ദേശമാണുള്ളത്. സൃഷ്ടിയുടെ ആരംഭത്തിൽ തന്നെ മൂന്നാളത്വങ്ങളും സജീവമായിരുന്നു എന്നുള്ളത് നിഖ്യാ വിശ്വാസ പ്രമാണം അടിവരയിട്ട് പറയുന്നുണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് ഓരോ സഭാംഗവും, അത് ഓരോ വിശ്വാസിയും അത് ഏറ്റുപറയുമ്പോൾ ആ തൃത്വത്തിലുള്ള വിശ്വാസത്തെയാണ് ഏറ്റുപറയുന്നത്. തൃത്വത്തെക്കുറിച്ച് ബൈബിളിലും നമ്മൾ കാണുന്ന വേദഭാഗങ്ങളൊക്കെയും നമുക്ക് പരിചിതമാണ് എന്ന് കരുതുന്നു. മത്തായി എഴുതിയ സുവിശേഷം, കമ്മീഷനിങ് ഓഫ് ജീസസ് ടു ദ ഡിസൈപ്പിൾസ്, അതിനകത്ത് നമ്മളത് കാണുന്നുണ്ട്. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. 2 കൊരിന്ത്യർ നാം കാണുന്നത് ആശീർവാദം, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ആശീർവാദം. അതുപോലെ യേശുവിന്റെ സ്നാന സമയത്ത് തൃത്വത്തെക്കുറിച്ചുള്ള ആ ഒരു 3 ആളത്വങ്ങളും സജീവമായി ഒരേ സമയത്തുണ്ട് എന്നുള്ള ആ ഒരു ശക്തിയാണ്. ഇതിന്റെ എല്ലാം വെളിച്ചത്തിലാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തിലും തൃത്വം സംബന്ധിച്ചുള്ള പഠിപ്പിക്കാൻ നാം കാണുന്നത്. താങ്ക് യു കൊച്ചുമയിലേക്ക് വീണ്ടും വരാം. കാരണം സഭയെക്കുറിച്ചുള്ള വ്യക്തമായൊരു ദർശനം നമുക്ക് നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ കാണുന്നുണ്ട്. അതിലേക്ക് വരാം. അതിനു മുമ്പ് യേശുദാസ് സത്യാൽ സാറിലേക്ക് വരട്ടെ. നമ്മുടെ സഭയുടെ ദൗത്യ നിർവഹണത്തിൽ നിഖ്യാ വിശ്വാസ പ്രമാണം നൽകുന്ന ഉൾക്കാഴ്ചകൾ എന്തൊക്കെയാണ്? ഒന്ന് വിശദീകരിക്കാമോ? നിഖ്യാ വിശ്വാസ പ്രമാണത്തെക്കുറിച്ച് വളരെ ഗൗരവമായിട്ടുള്ള ചർച്ചകളാണ് ഇവിടെ നടക്കുന്നത്. ആ നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലവും ദൈവശാസ്ത്ര ചിന്തകളും വേദപുസ്തക പഠനങ്ങളും ഒക്കെയാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാരും പ്രേസി കൊച്ചമ്മയൊക്കെ ഇവിടെ പറഞ്ഞത്. എന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാന ചോദ്യം, ഇപ്പോൾ ഒരു 17 നൂറ്റാണ്ട് മുമ്പ് നടന്ന നിഖ്യായി നടന്ന സുനഗദോസ്, അതുപോലെ വിശ്വാസ പ്രമാണത്തിന് ഇന്ന് എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? വാട്ട് ഈസ് ദ കറന്റ് റെലവൻസ് ഓഫ് ദ നൈസീൻ ക്രീഡ്? അത് നോക്കുമ്പോൾ നമുക്ക് പല തലങ്ങളിൽ അതിൻ്റെ പ്രസക്തി മനസ്സിലാക്കാം. ഒന്നിപ്പോൾ തന്നെ സഭയ്ക്ക് ബന്ധങ്ങളിലുള്ള ആ ഒരു പ്രസക്തിയുണ്ട്. അത് വളരെ പ്രസക്തമായിട്ടുണ്ട്. ഇപ്പം തന്നെ ആദ്യത്തെ എക്യുമെനിക്കൽ കൗൺസിലായിരുന്നു നടന്നാൽ നമുക്കൊക്കെ അറിയാം. അതുപോലെ തന്നെ അവിടെ നിഖ്യായിലെടുത്ത വിശ്വാസ പ്രമാണം ആണ് ലോകത്തിലെ മിക്കവാറും എല്ലാ സഭകളും ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിക്കുന്ന ഇപ്പോഴല്ല, 17 നൂറ്റാണ്ടുകളായിട്ട്. അപ്പം മറ്റ് സഭാ വ്യത്യാസങ്ങളും വിശ്വാസത്തിലുള്ള വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും നിഖ്യാവിശ്വാസ പ്രമാണം നമ്മളെ എല്ലാ സഭാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ട് ബൈൻഡ് ചെയ്യുന്നൊരു ഫാക്ടർ. അങ്ങനെ വലിയൊരു എക്യുമെനിക്കൽ ഡയമെൻഷനുണ്ട്. എന്നാൽ കുറച്ചുകൂടെ വിശാലമായിട്ട് എക്യുമെനിസത്തെ നമുക്ക് കാണാൻ സാധിക്കാം. ഇപ്പം നമുക്കറിയാം എക്യുമെനിസത്തിൻ്റെ റൂട്ട് വേർഡ് ഗ്രീക്ക് വാക്കിൽ നിന്ന് വന്നിട്ടുള്ളത്. അപ്പം ഗ്രീക്ക് വാക്ക് ഒയ്ക്കോസിന് പല തലങ്ങളിലുള്ള അർത്ഥമുണ്ട്. എക്യുമെനിസം ഉണ്ട്, സഭകളുടെ യൂണിറ്റി എന്നുള്ളതുണ്ട്. എന്നാൽ അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ റൂട്ട് വേർഡും ഒയ്ക്കോസ് ആണ്. ഇക്കണോമിക്സ്, സാമ്പത്തിക ബന്ധങ്ങൾ. അപ്പം സാമ്പത്തിക ബന്ധങ്ങളിലുള്ള നീതി പൂർവമായിട്ടുള്ള ബന്ധം, അതുപോലെ തന്നെ പരിസ്ഥിതിയുടെ സംരക്ഷണം, സഭകളുടെ യൂണിറ്റി, ഇതെല്ലാം എക്യുമെനിസത്തിൻ്റെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ വരുന്നതാണ്. മൂന്നാമത് എനിക്ക് പറയാനുള്ള, ഇതിനൊരു വലിയൊരു വിമോചന ആത്മകമായിട്ടുള്ള മാനമുണ്ട് നിഖ്യാവിശ്വാസ പ്രമാണത്തിന്. അപ്പം നമുക്കറിയാം സാമ്രാജ്യത്തിനെതിരായിട്ടുള്ള പോരാട്ടമായിരുന്നല്ലോ അന്ന് നടന്നതും. ആ സാമ്രാജ്യത്തിനെതിരായിട്ട് ദൈവത്തിലുള്ള വിശ്വാസം പ്രഖ്യാപിക്കുന്നതായിരുന്നു. ഇപ്പം തന്നെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും പ്രഖ്യാപിക്കുന്നതാണ്. ഇപ്പം ആ കർത്താവിൻ്റെ ജീവിതത്തെയും ജനനത്തെയും കഷ്ടാനുഭവത്തെയും ക്രൂശ് മരണത്തെയും റിസറക്ഷൻ, ഉയർപ്പിനെയും രണ്ടാമത്തെ വരവിന് വേണ്ടിയുള്ള നോക്കിപ്പാർക്കലെല്ലാം വിശദമായിട്ട് നിഖ്യാവിശ്വാസ പ്രമാണത്തിലുണ്ട്. എങ്കിൽ തന്നെ കർത്താവിൻ്റെ 3.5 വർഷത്തെ പരസ്യ ശുശ്രൂഷയുടെ കാര്യം വലുതായിട്ട് അവിടെ പ്രതിപാദിക്കുന്നില്ല. എന്നാൽ വിശ്വാസ പ്രമാണത്തിൻ്റെ സ്പിരിറ്റിൽ, അതുപോലെ തന്നെ കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയുടെ വിളിച്ചിട്ട് നമ്മൾ വിശ്വാസ പ്രമാണം റീഡ് ചെയ്യുകയാണെങ്കിൽ വളരെ സ്ട്രോങ് ലിബറേറ്റീവ് കണ്ടന്റ് ഉണ്ട്. അതായത് കഷ്ടപ്പെടുന്നവരുള്ള സോളിഡാരിറ്റി, അതുപോലെ തന്നെ ഒരു പുതിയ മനുഷ്യത്വത്തോടുള്ള ഒരു ദർശനം, അതുപോലെ തന്നെ പുതിയ നാൾ വരുവാൻ വേണ്ടിയുള്ള അങ്ങനെ വലിയൊരു ലിബറേറ്റീവ് കണ്ടന്റും നിഖ്യാവിശ്വാസ പ്രമാണത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. താങ്ക് യു. സാറ് സൂചിപ്പിക്കുകയുണ്ടായി യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ മനുഷ്യ ആളത്വം, അവൻ പൂർണ്ണ ദൈവമാണ് എന്ന് ഏറ്റുപറയുന്നത്. സണ്ണീച്ചനോടാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഗ്രീക്ക് ജ്ഞാനവാദത്തിൻ്റെ നോസിസത്തിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ ഒരു വലിയ ഡിബേറ്റ് ഉണ്ടാകുന്നത്. അതിനുള്ളൊരു മറുപടിയോടെ ആയിരുന്നില്ലേ നിഖ്യാ വിശ്വാസ പ്രമാണം?
അല്ലെങ്കിൽ ആ ഒരു സിനഡ്, ആ ഡിസ്കഷൻസ് എല്ലാം തന്നെ അച്ഛന് ഒന്ന് വിശദീകരിക്കാൻ സാധിക്കുമോ? നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ ഒന്നാമത്തെ ഖണ്ഡികയും രണ്ടാമത്തെ ഖണ്ഡികയും വളരെ വ്യക്തതയോടുകൂടെ നമ്മളുടെ മുൻപിൽ വരച്ചു കാട്ടുന്നത് ഇത് ജ്ഞാനവാദത്തിൻ്റെ സ്വാധീന ഫലമായുണ്ടായ ക്രൈസ്തവ ഡീവിയേഷനോടുള്ള ഒരു വലിയ പ്രതികരണമാണ്. കാരണം ജ്ഞാനവാദത്തിൻ്റെ അത് പല സ്ട്രാൻഡ്സ് ഉണ്ട്. ഏത് സ്ട്രാൻഡ് എടുത്താലും അതിൽ വളരെ വ്യക്തമായി നിഴലിക്കുന്ന ഒരു ചിന്താഗതി എന്ന് പറയുന്നത് ഡ്യുവലിസമാണ്. അതായത് സ്പിരിറ്റ് മാറ്റർ ഡ്യുവലിസം. അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് സ്പിരിറ്റ് എന്ന് പറയുന്നത് വളരെ പ്യൂറും മാറ്റർ അല്ലെങ്കിൽ ജഡമെന്ന് പറയുന്നത് പാപമംഗലവുമാണ്. അപ്പോൾ ആ കാഴ്ചപ്പാടിൻ്റെ സ്വാധീനത്തിൽ വന്നുകൊണ്ടാണ് സൃഷ്ടിതാവായ ദൈവമെന്ന് പറയുന്ന യഥാർത്ഥ ദൈവമല്ല, കർത്താവ് പഠിപ്പിച്ച പിതാവല്ല എന്നുള്ളതായ ഒരു ചിന്താധാര ആ കാലങ്ങളിലുണ്ടായിരുന്നു. അതിനെ നിഷേധിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ ആർട്ടിക്കിളിൽ പിതാവായി സർവശക്തനായി ആകാശത്തിൻ്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ സത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ള ആ ശക്തീകരണം ഉണ്ടായത്. അതുപോലെ തന്നെ ഇത് ക്രിസ്തു ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ഈ ജ്ഞാനവാദത്തിൻ്റെ സ്വാധീനമുണ്ടായപ്പോൾ ഡെവലപ്പ് ചെയ്തതായ ചിന്താഗതിയാണ് ഡോസറ്റിസം എന്ന് പറയുന്നത്. അതായത് കർത്താവിൻ്റെ ശരീരമെന്ന് പറയുന്നത് ജഡമെന്ന് പറയുന്ന പാപമാകുന്നതുകൊണ്ട് ദൈവത്തിനതുമായി നേരിട്ട് ബന്ധം വരാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് കർത്താവിൻ്റെ ശരീരമെന്ന് പറയുന്നത് വെറും തോന്നൽ മാത്രമാണ് എന്നുള്ളതായ പഠിപ്പിക്കൽ. അപ്പോൾ തോന്നൽ മാത്രമാണ് എങ്കിൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിന് വിലയില്ല, അവൻ്റെ ജനനത്തിന് വിലയില്ല, അവൻ്റെ മരണത്തിന് വിലയില്ല. മരണത്തിന് വിലയില്ല എങ്കിൽ ഉയർത്തെഴുന്നേൽപ്പിനും സാധ്യതയില്ല. അപ്പോൾ ഇതിനെ നിഷേധിച്ചുകൊണ്ടാണ്, അതല്ലെങ്കിൽ ഇത് ദൈവശാസ്ത്രപരമായ രക്ഷാസിദ്ധാന്തത്തെ അടിമുടി നിഷേധിക്കുന്നതായ ഒന്നാകുന്നുകൊണ്ടാണ്, അതിനെ നിഷേധിച്ചുകൊണ്ടാണ് പൊന്തിയോസ് പീലാത്തോസ് എന്ന് പറയുന്നതായ ചരിത്ര വ്യക്തിയുടെ കാലഘട്ടങ്ങളിൽ ഇത് യഥാർത്ഥമായി നടന്നുവെന്ന് രണ്ടാമത്തെ ആർട്ടിക്കിളിൽ വളരെ കൃത്യതയോടുകൂടെ നിർവചിക്കുന്നത്. അതിന് വളരെയധികം ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അത്യാൽ സാർ പറഞ്ഞതുപോലെ ഇതിന് കാലിക പ്രസക്തമായി വളരെയധികം പ്രസക്തിയുള്ളതായ ചിന്താഗതി, ഇക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ് ഉണ്ട്, അതുപോലെ തന്നെ ഹ്യൂമാനിറ്റേറിയൻ രീതിയിലുള്ളതാണ്, എത്തിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളതാണ്. അപ്പോൾ വളരെ വിശാലമായ തലത്തിൽ കാലിക പ്രസക്തിയുള്ള അതിലേക്ക് നയിക്കുന്നതായ ഒരു ചരിത്ര പശ്ചാത്തലത്തോടുള്ള പ്രതികരണമാണ് നമ്മൾ നിഖ്യ വിശ്വാസ പ്രമാണത്തിൽ കൂടെ കാണുന്നത്. അച്ഛൻ അതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം പറയുണ്ടായി. എനിക്ക് ബഹുമാനപ്പെട്ട ഷിബു അച്ഛനോടാണ് ചോദിക്കാനുള്ളത്. ഒരു പുതിയ നിയമ അധ്യാപകൻ കൂടിയാണ് അച്ഛൻ. ഈ അച്ഛൻ പങ്കുവെച്ച ഈ കൺസേൺസ്, ഇതിൻ്റെ ഒരു വേദപുസ്തക അടിസ്ഥാനം അച്ഛനൊന്ന് വിശദീകരിക്കാമോ? പുതിയ നിയമ അടിസ്ഥാനം, യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ആളത്വം, പൂർണ്ണ മനുഷ്യത്വവും പൂർണ്ണ ദൈവത്വവും അത് ഉയർത്തിപ്പിടിക്കുന്ന വേദപുസ്തക ദർശനങ്ങൾ എന്തൊക്കെയാണ്? പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മൾ പഠിക്കുന്നതായ സമയത്ത് പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ നമ്മൾ കാണുവാൻ സാധിക്കുന്നത് യേശുക്രിസ്തുവിൻ്റെ ജീവിതവും ഉപദേശങ്ങളും അത്ഭുതവും, യേശുക്രിസ്തുവിൻ്റെ മരണവും യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതായ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പുതിയ നിയമ പുസ്തകങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടെ, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിൽ വളരെ വ്യക്തതയോടുകൂടെ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത് യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ളതാണ്. കാരണം ജ്ഞാനവാദ സിദ്ധാന്തം ഉയർത്തിയതായ ഈ പ്രതിസന്ധി, അല്ലെങ്കിൽ അന്നത്തെ തത്വശാസ്ത്രം ഉയർത്തിയതായ പ്രതിസന്ധിയെ ഒരു വിശ്വാസ സമൂഹത്തെ തന്നെ വിശ്വാസത്തിൽ നിന്ന് മാറ്റുന്നതായ ഒന്നിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ അതിന് വളരെ വ്യക്തതയോടുള്ള മറുപടിയാണ് സുവിശേഷങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം പഠിക്കുമ്പോൾ അപ്പോസ്തല പുസ്തകത്തിൽ ആദിമ സഭ ഈ പ്രതിസന്ധിയെ വളരെ വ്യക്തതയോടുകൂടെ അതിനുള്ള ഉത്തരം നൽകുന്നുണ്ട്. യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്ന് ആദിമസഭയുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനം തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിന്റെ ചരിത്രം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ വിശുദ്ധ പൗലോസ്ലീഹ താൻ സഞ്ചരിച്ച സ്ഥലങ്ങളിലെല്ലാം, പ്രത്യേകിച്ച് സുനഗോഗുകളിലൊക്കെ ചെന്ന് പഠിപ്പിച്ചിരുന്നതും യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും എന്നുള്ളതാണ്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം പഠിക്കുന്നതായ സമയത്ത് നമുക്കത് വളരെ വ്യക്തതയോടെ കാണാൻ സാധിക്കുന്നുണ്ട്. റോമർക്ക് എഴുതിയ ലേഖനത്തിലും വിശുദ്ധ പൗലോസ്ലീഹ ഈ ഒരു ആശയത്തെ, ഈ ഒരു കാര്യത്തെ വളരെ വ്യക്തതയോടെ അടിവരയിട്ട് പറയുന്നത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ആദിമസഭയുടെ
കൂദാശകളിലൊക്കെ തന്നെ, ആദിമസഭയുടെ കൂദാശകളിലൊക്കെ തന്നെ ഈ ഒരു സംഭവം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം പഠിക്കുമ്പോൾ ഗലാത്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൽ ഒരു ബാപ്റ്റിസ്മൽ ക്രീഡമുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ തന്നെ വിശുദ്ധ കുർബാനയെ കുറിച്ച് പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ യേശുക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ് എന്നത് വളരെ വ്യക്തതയോടെ പറയുന്നുണ്ട്. അതുപോലെ കത്തോലിക്ക എപ്പിസൽസിലേക്ക് വരുന്നതായ സമയത്ത്, സാർവത്രിക ലേഖനങ്ങളിലേക്ക് വരുമ്പോൾ സഭ നേരിട്ടതായ ദുരുപദേശങ്ങൾ, നേരിട്ടതായ പ്രതിസന്ധികൾക്കൊക്കെ സാർവത്രിക ലേഖനങ്ങൾ വ്യക്തമായ മറുപടിയാണ് നൽകുന്നത്. പ്രത്യേകിച്ച് യേശുക്രിസ്തുവിന്റെ രണ്ടാം വരവിനെ കുറിച്ച് തന്നെ, അതിനെക്കുറിച്ച് തന്നെ വിശുദ്ധ പത്രോസ്ലീഹ എഴുതിയതായ 2-ാമത്തെ ലേഖനം 3-ാം അധ്യായത്തിൽ അവന്റെ പ്രത്യക്ഷതയുടെ വാഗ്ദത്വം എവിടെ എന്ന് ചോദിക്കുന്നിടത്ത് അവൻ വീണ്ടും വരുന്നവനായ ദൈവമാണ് എന്ന്, അവൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണെന്ന് പറയാം. വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ, വെളിപാട് പുസ്തകത്തിൽ 4-5 അധ്യായങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഹീസ് വർത്തി ടു വർഷിപ്പ്, അവൻ ആരാധനയ്ക്ക് യോഗ്യനായിരിക്കുന്നവനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ, അവൻ അറുക്കപ്പെട്ട കുഞ്ഞാടാണ് എന്ന് പറയുന്നതായ സമയത്ത് വീണ്ടും ഒരു വിശ്വാസ സമൂഹം, വിശ്വാസ ജനം ഈ ഒരു വിശ്വാസത്തിന്റെ പ്രഖ്യാപനത്തെ വളരെ വ്യക്തതയോടെ അടിവരയിട്ട് ഉറപ്പിക്കുന്നതും അതിന്നും ഇന്നത്തെ ഒരു തലമുറയെ സംബന്ധിച്ചിടത്തോളം, ഇന്നത്തെ തലമുറയ്ക്കും അത് വർത്തമാനകാലത്തിലും അത് വളരെ കൃത്യതയാണ് എന്ന് പഠിപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. താങ്ക് യു അച്ഛൻ, നല്ലൊരു വിശദീകരണമായിരുന്നു. കുശ്മ സഭയുടെ ദൗത്യത്തെക്കുറിച്ച് അത്യാൽ സാർ വളരെ വിശദമായി സംസാരിക്കുകയുണ്ടായി. നിക്യ വിശ്വാസ പ്രമാണത്തിന്റെ 3-ാം ഖണ്ഡികയിൽ സഭയുടെ 4 അടയാളങ്ങൾ, 4 മാർക്സ് ഓഫ് ദ ചർച്ച് വിശദീകരിച്ചിട്ടുണ്ട്. കൊച്ചമ്മ ഒന്ന് പങ്കുവയ്ക്കാമോ? എന്താണ് സഭയെക്കുറിച്ചുള്ള വിശ്വാസ പ്രമാണത്തിന്റെ പ്രധാന ശാക്തീകരണങ്ങൾ? സഭ എന്നത് ദൈവത്താൽ വിളിച്ചു വേർതിരിക്കപ്പെട്ട സമൂഹമാണ്. സ്നാനത്തിലൂടെ സഭയുടെ അംഗത്വം സ്വീകരിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് നാം ആയിരിക്കുന്ന കാലയളവിൽ നാം കാണുന്നു, സ്നാനം കൂടാതെ തന്നെ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ക്രിസ്തീയ തത്വങ്ങൾ ജീവിത പ്രമാണങ്ങളായിട്ട് സ്വീകരിച്ചിരിക്കുന്നവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നാം സഭ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, സഭ ആരാണ്, സഭ എന്ത് എന്ന് ചോദിക്കുന്നതിനേക്കാൾ സഭ ആരാണ് എന്നുള്ള ചോദ്യത്തിന് കൂടുതൽ പ്രസക്തിയുണ്ട് എന്ന് പ്രത്യേകിച്ച് ഫെമിനിസ്റ്റ് ദൈവശാസ്ത്രജ്ഞർ അതിന് എംഫസിസ് കൊടുക്കുന്നുണ്ട്. വി ആർ ദ ചർച്ച് എന്ന് പറയുമ്പോൾ സ്ത്രീകൾ സഭയിൽ എന്നുള്ള പദത്തേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് സ്ത്രീകളാണ് സഭ എന്ന് പറയുമ്പോൾ വി ആർ ദ ചർച്ച് എന്നുള്ള ഒരു എംഫസിസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നാം സഭയുടെ 4 അടയാളങ്ങളെ വ്യാഖ്യാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ, ഒന്ന്, സഭ കാതോലികമാണ്, യൂണിവേഴ്സൽ ചർച്ച്. അതായത് സഭകൾ, ഡിനോമിനേഷൻസ് പലതുണ്ട്, എന്നാൽ എല്ലാ സഭകളും എല്ലാ വിഭാഗങ്ങളും ചേർന്ന ഏക സഭ. വേദപുസ്തകത്തിലും അത് തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ എപ്പോഴും പറയുന്നത് സഭ ഒന്നേ ഉള്ളൂ, കർത്താവ് ഒരുവൻ, പരിശുദ്ധാത്മാവ് ഒന്നേ ഉള്ളൂ, പുത്രൻ ഒന്നേ ഉള്ളൂ എന്ന് പറയുന്ന ഏകം എന്നുള്ള ആ ഒരു വിശേഷണവും ചേർത്ത് വായിക്കേണ്ടതാണ്. യൂണിവേഴ്സൽ ചർച്ച് എന്ന് പറയുമ്പോൾ ആഗോള സഭയാണ്. സഭ പ്രപഞ്ചം എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന സഭയാണ്. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ നാം പറയുമ്പോൾ മനുഷ്യർ മാത്രമല്ല, പ്രപഞ്ചം ഉൾപ്പെട്ട് നിൽക്കുന്ന, പ്രത്യേകിച്ച് ഒരു പൗരസ്ത്യ ചിന്താഗതി അനുസരിച്ച് സാക്രമെന്റാലിറ്റി ഓഫ് ക്രിയേഷൻ എന്നുള്ള ചിന്തയൊക്കെ വരുമ്പോൾ ഒരു സഭയ്ക്ക് ഒരു വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, പ്രകൃതിയോട് ചേർന്നാണ് സഭയുടെ നിലനിൽപ്പ് എന്നുള്ള ആ ഒരു വ്യാഖ്യാനം കൂടെ വളരെ പ്രസക്തമാണ് എന്നുള്ളത് ഓർക്കുന്നു. രണ്ടാമത് അപ്പോസ്തോലികമാണ് എന്ന് പറയുന്നു. അപ്പോസ്തോലികം എന്നുള്ളതിന് 2 വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അപ്പോസ്തോലന്മാർ സ്ഥാപിച്ചതായിട്ടുള്ള സഭ, യേശു സ്ഥാപിച്ചതാണ്, എന്നാൽ അപ്പോസ്തോലന്മാർ പ്രൊക്ലെയിം ചെയ്തതായിട്ടുള്ള സഭ എന്നുള്ള അർത്ഥത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ക്രിസ്തു ഈ സഭയിലുണ്ട് എന്ന് പറയുന്നു. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാൻ നിങ്ങളെയും അയക്കുന്നു എന്ന് കർത്താവ് പറയുമ്പോൾ ആ ഒരു അയക്കപ്പെട്ട സഭ എന്നുള്ളതാണ് 2ാമത്തെ വ്യാഖ്യാനം. ആ ഒരു അയക്കപ്പെട്ടത് ആരൊക്കെയാണ്? ഈ ഒരു അപ്പോസ്തോലികമാണ് സഭ എന്ന് പറയുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ എപ്പോഴും നമ്മളൊന്ന് അക്നോളജ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോസ്തലന്മാരുടെ അപ്പോസ്തോല എന്ന് അറിയപ്പെടുന്നതായിട്ടുള്ള മഗ്ദല മറിയ സുവിശേഷം ചെന്ന് അറിയിക്കുകയാണ്. കർത്താവ് നിയോഗിച്ച് അയക്കുന്നു, അത് ചെന്ന് അറിയിക്കുന്നു. സധൈര്യം അത് ഏത് സമയത്തും രാവെന്നോ പകലെന്നോ ഇല്ലാതെ അറിയിക്കുന്നതായിട്ടുള്ള അപ്പോസ്തോലിക ശുശ്രൂഷ ഏറ്റെടുക്കുന്നത്.
അതേപോലെ തന്നെ റോമർ 16 അധ്യായത്തിൽ നാം കാണുന്നുണ്ട്, അപ്പോസ്തലന്മാരുടെ ഇടയിൽ പേർ പറയപ്പെട്ട യൂനിയാവിനും അന്ത്രോനിക്കോസിനും വന്ദനം ചെയ്യുവിൻ. അപ്പോൾ അപ്പോസ്തലന്മാർ എന്നുള്ളതിന് 12 സ്ലീഹന്മാർ എന്നുള്ളത് സഭ പ്രത്യേകമായിട്ട് പറയുന്നു. എങ്കിലും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ ആ ഒരു അപ്പോസ്തലത്വവും അംഗീകരിക്കേണ്ടതായിട്ട് വരുന്നു എന്നുള്ളത് ഈ കാലയളവിൽ നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടതാണ്. മൂന്നാമത് ഏകം എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ആദ്യം മുതലുള്ള ചർച്ചയിൽ അത് വളരെ സജീവമായിട്ടുണ്ടായിരുന്നു. ഏക ദൈവം, ഏക സഭ. സഭ എന്നത് ക്രിസ്തുവിൻ്റെ ശരീരമാണ്. ഏതെല്ലാം സഭാ വിഭാഗങ്ങളായിട്ട് അത് നിലനിൽക്കുന്നു എങ്കിലും, പലതായിട്ട് നിലനിൽക്കുന്നു എങ്കിലും, അതിൻ്റെ എല്ലാം ഒരു ഉണ്മ, ഒരു ആധികാരികത, ഒതൻറ്റിസിറ്റി എന്ന് പറയുന്നത് ഏക ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലാണ്. നാലാമത് നാം കാണുന്നത് ഈ വിശുദ്ധ സഭ, വേർതിരിക്കപ്പെട്ട സഭ എന്നുള്ള നിലയിൽ. ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് യഹോവ അരുളി ചെയ്തു. അതേ വചനം തന്നെ പുതിയ നിയമത്തിലും ലേഖനകർത്താവ് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്. വിശുദ്ധി, സാരാംശം, ദൈവത്തിൻ്റെ ആ ഒരു സാരാംശം തന്നെ നമ്മുടെ സഭയ്ക്ക് പകരപ്പെട്ടിരിക്കുകയാണ്, നമ്മുടെ വിശ്വാസികൾക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. ഏതൊരു മനുഷ്യർക്കും അത് നൽകപ്പെട്ടിരിക്കുകയാണ്. ലിംഗവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ ആ ഒരു ദൈവത്തിൻ്റെ സാരാംശം ജനനം മുതൽ നൽകപ്പെട്ടിരിക്കുന്നത് അത് നാം വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു വിളിയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തിൽ സഭയെക്കുറിച്ച് പറയുന്ന അടയാളങ്ങൾ ഓരോന്നും. നിഖ്യാ വിശ്വാസ പ്രമാണത്തിൻ്റെ സഭയുടെ ഒരു ഉത്തരവാദിത്വത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ധാർമ്മിക മാനവും ഒക്കെ പങ്കുവയ്ക്കുകയുണ്ടായി. അതിനോട് ചേർന്ന് തന്നെ സാറിനോട് ചോദ്യം ചോദിക്കട്ടെ. തൃത്വോപദേശത്തിൻ്റെ ഒരു സാമൂഹ്യ മാനം കാലാകാലങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്നുണ്ട്. ഈ ഒരു സ്ട്രഗിൾസ് ആയിരിക്കുന്ന ആളുകൾ, അവർക്ക് എന്ത് ഉൾക്കാഴ്ചയാണ് നിഖ്യാ വിശ്വാസ പ്രമാണത്തിലൂടെ ലഭിക്കുക? അല്ലെങ്കിൽ അത് നിരന്തരം ഉരുവിടുന്നതിലൂടെ, അത് ധ്യാനിക്കുന്നതിലൂടെ ഈ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ച് നമുക്കറിയാം ജെൻഡർ ഇഷ്യൂസ് റിയലാണ്, എക്കോളജിക്കൽ ക്രൈസിസ് റിയലാണ്. അങ്ങനെയുള്ള സമകാലീന വിഷയങ്ങൾ, ഈ വിഷയങ്ങളോട് എങ്ങനെയാണ് നിഖ്യാവിശ്വാസ പ്രമാണത്തിലൂടെ നമ്മൾ എൻഗേജ് ചെയ്യുന്നത്? ഇപ്പോൾ പ്രൈസി കൊച്ചമ്മ പറഞ്ഞു നിർത്തിയ ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് നമ്മളിപ്പം നിഖ്യാവിശ്വാസ പ്രമാണത്തിൻ്റെ അകത്ത് തുടക്കത്തിൽ തന്നെയുള്ള പിതാവായ ദൈവം, എൻ്റെ പുത്രനായിട്ടുള്ള ദൈവം, അതൊരു വളരെ ഒരു പുല്ലിംഗ രീതിയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പുരുഷാധിപത്യ ഘടനയാണ് വിശ്വാസ പ്രമാണം അല്ലെ ക്രിസ്ത്യൻ വിശ്വാസം അഫേം ചെയ്യുന്നെന്നുള്ള ഒരു ചിന്തയുണ്ട്. എന്നാൽ അതൊട്ടും ശരിയല്ല. ഇപ്പം നിഖ്യാവിശ്വാസ പ്രമാണം അഫേം ചെയ്യുന്ന പുല്ലിംഗത്തിലുള്ള ദൈവത്തെയല്ല, ത്രിയേക ദൈവത്തെയാണ്, ട്രിനിറ്റേറിയൻ ഗോഡ്. ഇപ്പം ഗ്രിഗറി ഓഫ് നീസ പറയുന്നത് ട്രിനിറ്റി ഈസ് ജെൻഡർ ഫ്രീ, ഈസ് നോട്ട് ബൗണ്ട് ബൈ ജെൻഡർ ഡിസ്റ്റിങ്ഷൻസ്. അപ്പം ഒരു ജെൻഡർ അന്നത്തെ കാലത്തെ ഭാഷയുടെ പരിമിതികൾ മൂലം പിതാവായ ദൈവം എന്നും പുത്രനായ ദൈവം എന്നൊക്കെ പുല്ലിംഗത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ദൈവം ഇപ്പം ലിംഗഭേദങ്ങൾക്കും ലിംഗ ഹൈറാർക്കിക്കും ഒക്കെ അതീതമായിട്ടുള്ളൊരു ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ്. അപ്പോൾ ആ ട്രിനിറ്റേറിയൻ കോൺസെപ്റ്റ് ദൈവികമാണ്. അതാണ് നമ്മളിന്ന് അഫേം ചെയ്യേണ്ടത്. ആ ഒരു ചിന്ത നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകളിലും ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലൊക്കെ ശക്തമായിട്ടുണ്ടാകേണ്ടതാണ്. അതെന്തുകൊണ്ടാണ് നമ്മുടെ ഘടനകളെല്ലാം ഒരു പേട്രിയാർക്കൽ ഘടനകളുടെ ഭാഗമായിട്ട് തീർന്നു. ഇപ്പം വേദോസ്തം വായിക്കുന്നതും ഒരു പേട്രിയാർക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നാണ് ക്രിസ്തീയ വിശ്വാസവും നമ്മുടെ പാട്ടുകളും വിശ്വാസ പ്രമാണവും എല്ലാം. അപ്പോൾ അവിടെ ഒരു കുറച്ചുകൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ജെൻഡർ ഡിസ്റ്റിങ്ഷന് അതീതമായിട്ടുള്ള ഒരു തലത്തിലായിട്ട് നമ്മുടെ ചർച്ചകൾ പോകേണ്ടത് ആവശ്യമാണ്. രണ്ടാമത് എനിക്ക് പറയാനുള്ളത് വളരെ ശക്തമായിട്ടുള്ളൊരു പരിസ്ഥിതി മാനമാണ്. ഇപ്പം നമുക്കറിയാം നിക്കായിൽ കൂടിയ സുനവദോസ് അന്നത്തെ സാമ്രാജ്യത്തിന് എതിരായിട്ടുള്ള ഒരു വളരെ ശക്തമായിട്ടുള്ള പോരാട്ടമായിരുന്നു. അന്നത്തെ ചക്രവർത്തിയുടെ സൂപ്രമസി, ചക്രവർത്തിയുടെ സർവാധിപത്യത്തിന് മുകളിലായിട്ട് ദൈവത്തിൻ്റെ സർവാധിപത്യം പ്രഖ്യാപിക്കുകയായിരുന്നു, ഒരു സംശയത്തിന് ഇടമില്ലാത്ത രീതിയിൽ. എന്നാൽ ഇന്ന് നമ്മൾ കാണുന്നത് സാമ്രാജ്യത്യം പരിസ്ഥിതിയെ കീഴ്പ്പെടുത്തിയിരിക്കുക. ഇന്നിപ്പം കമ്പോളത്തിൻ്റെ യുക്തിയാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ പ്രോഫിറ്റിൻ്റെ യുക്തി, ലാഭം ഉണ്ടാകുക. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അന്ന് നിഷേധിച്ച നിശ്ചയിച്ച
സാമ്രാജ്യത്തെ ഇന്നത്തെ സാമൂഹ്യ ഘടനയിൽ ശക്തമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കമ്പോളത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലും പരിസ്ഥിതിയുടെ തകർച്ചയും മൂലം. അപ്പോൾ അത് തിരിച്ചു പിടിക്കേണ്ട ആവശ്യമാണ്. പുതിയൊരു ദർശനം, കമ്പോള സംസ്കാരത്തിന് അതീതമായിട്ടുള്ള ഒരു പരിസ്ഥിതിയെ മുഴുവനായിട്ട് ഉൾക്കൊള്ളുന്ന ഒരു ദർശനം ആവശ്യമാണ്. ഇപ്പം നമ്മൾ വിശ്വാസ പ്രമാണത്തിൽ പറയുന്നത് തന്നെ കാണപ്പെടുന്നതും കാണപ്പെടാത്തതുമായ സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവത്തിലുള്ള വിശ്വാസമാണ്. അപ്പോൾ അതൊരു വലിയൊരു പരിസ്ഥിതി ദർശനത്തിലേക്കാണ് നമ്മെ നടത്തുന്നത്. അതുപോലെ തന്നെ ഭൂമിയും അതിൻ്റെ ആ ഒരു സർവ്വചരാചരവും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള. അപ്പോൾ അത്ര ഒരു പരിസ്ഥിതി മാനദണ്ഡത്തിലേക്കൂടെ നമ്മൾ നിത്യാവിശ്വാസ പ്രമാണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നമ്മെ കൊണ്ടുവരേണ്ടതാണ്. വളരെ സജീവമായ ചർച്ചയായിരുന്നു. ഒരുപാട് ഉൾക്കാഴ്ചകൾ നൽകുന്ന ചർച്ചയാണ്. എനിക്കൊന്നു ഈ ഒരു വിഷയത്തെക്കുറിച്ച് തുടർ പഠനത്തിന് ഒരുപാട് ആവേശം പകരുന്ന, ഇൻസ്പയർ ചെയ്യുന്ന നല്ല ഒരു ഡിസ്കഷൻ ദൈവം നമുക്ക് നൽകി. ദൈവത്തിന് എല്ലാ മഹത്വവും കരറ്റുകയാണ്. വളരെ ക്രിയാത്മകമായ ഈ ചർച്ചയെ നയിച്ച ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്പ് അച്ഛനോടും സണ്ണി മാത്യു അച്ഛനോടും ഏറെ ബഹുമാനമുള്ള ഷിബു അച്ഛനോടും നത്തിയാൽ സാറിനോടും പ്രീസി കൊച്ചുമ്മയോടും ഒക്കെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കട്ടെ. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയല്ല. ഇത് തുടർന്ന് ഇടവക തലങ്ങളിൽ സഭയുടെ എല്ലാ മേഖലകളിലും ഈ ചർച്ച തുടർന്ന് നടക്കണം. വളരെ അർത്ഥവത്തായ ഒരു പഠന പുസ്തകം ബഹുമാനപ്പെട്ട ജോൺ ഫിലിപ്പ് അച്ഛൻ നേതൃത്വത്തിൽ പുറത്തിറക്കുന്നതിന് സഭയായി കഴിഞ്ഞു. ബഹുമാനപ്പെട്ട അച്ഛൻ ആ പുസ്തകം ഒന്ന് പരിചയപ്പെടുത്തുകയും ഒരുപക്ഷെ ഈ ചർച്ചയ്ക്ക് ഒരു കൺക്ലൂഡിങ് റിമാർക്സ് നൽകുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുകയാണ്. എല്ലാവരോടും പ്രത്യേകമായി നന്ദി അറിയിക്കട്ടെ. ഓവർ ടു യു അച്ഛൻ. വളരെ നല്ലൊരു സജീവ ചർച്ച നമ്മുടെ ഈ വർഷത്തെ പഠന പുസ്തകം അധികരിച്ച് ആനിമേഷൻ സെൻ്ററിൻ്റെ നേതൃത്വത്തിലും DSMCയുടെ ക്രമീകരണ പ്രകാരവും നടത്താൻ നമുക്ക് സാധിച്ചു. നമ്മൾ തുടക്കം മുതൽ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന രൂപരേഖയായ നിക്യാവിശ്വാസ പ്രമാണം, നിക്യാ കുസ്തന്തീനോസ് വിശ്വാസ പ്രമാണം എന്ന് വിശാലർത്ഥത്തിൽ പറയുന്ന ഈ വിശ്വാസ പ്രമാണത്തിലെ 4 പാരഗ്രാഫിലുള്ള വിശ്വാസങ്ങളുടെ സമാഹാരം ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ എല്ലാ വിശ്വാസ തലങ്ങളെ സ്പർശിക്കുന്നതാണ്. അന്ന് വ്യാപിച്ചിരുന്ന ഒരുപറ്റം വ്യത്യസ്ത ഉപദേശങ്ങളുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ വേദപുസ്തകവും യേശുക്രിസ്തുവിനോട് വെളിപ്പെട്ട ദൈവത്വവും അപ്പോസ്തലന്മാർ ഘോഷിച്ചിൽ നിന്നും മാറി തത്വചിന്തകളുടെ സ്വാധീന ഫലമായി നോസ്റ്റിസിസം, ജ്ഞാനവാദം, ഡൊസറ്റിസം, പ്രത്യക്ഷതാവാദം, അതുപോലെ തന്നെ അരിയൂസിൻ്റെ വാദം, അതായത് പുത്രൻ പിതാവിനേക്കാൾ താഴെയാണെന്നുള്ള വാദം തുടങ്ങിയുള്ള ധാരാളം വേറിട്ട ചിന്തകൾ സുവിശേഷത്തിൻ്റെ ആ ഒരു തുടർച്ചയിൽ നിന്ന് മാറി സംഭവിച്ചു. അവയെല്ലാമാണ് AD 325 ആദ്യത്തെ സാർവത്രിക സുന്നകദോസ് അഥവാ കൗൺസിലായ നിക്യ കൗൺസിൽ അഭിമുഖീകരിച്ചത്. ദീർഘമായ ചർച്ച നടന്നു. ആ ചർച്ചകളിൽ പല വാക്കുകൾ, വേദഭാഗങ്ങൾ, അവയുടെ വ്യാഖ്യാനങ്ങൾ വന്നു. ഏകദേശം 318 സഭാപിതാക്കന്മാർ അവിടെ കൂടിയെന്ന് കരുതപ്പെടുന്നു. ഏതായിരുന്നാലും അന്നറിയപ്പെട്ട ക്രൈസ്തവ ലോകത്തിൻ്റെ പ്രതികൾ എല്ലാവരും തന്നെ അവിടെ സന്നിഹിതരായിരുന്നു എന്ന് കരുതപ്പെടുന്നു. അവർ നടന്ന ഒരു ദീർഘമായ ചർച്ചകളിൽ പല ടെക്നിക്കൽ വാക്കുകൾ തന്നെ കൊണ്ടുവന്നു. പിതാവും പുത്രനും സാരാംശത്തിൽ സമത്വമില്ല എന്ന് പറയുന്ന ഒരു വാദം വന്നിരുന്നു. പിതാവും പുത്രനും ഒരേപോലെ എന്ന് വരുന്ന ഹോമോ യൂസിയോസ് എന്ന വാക്കുപയോഗിച്ചുകൊണ്ടുള്ള ചർച്ച നടന്നു. പിതാവും പുത്രനും സാരാംശത്തിൽ സമത്വം, തുല്യമാണ്, ഏകമാണ് എന്ന് സൂചിപ്പിക്കുന്ന ഹോമോ ഊസിയോസ്, ഗ്രീക്ക് ഭാഷയിലെ ഊസിയ എന്ന വാക്കിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സാങ്കേതിക പദം ഉപയോഗിച്ചത്. ഇവയെല്ലാം ആ കാലത്തിൻ്റെ വെല്ലുവിളികളെ നേരിടാനായിട്ട് സഭയ്ക്ക് അന്ന് അത് ഉൾപ്പെടുത്തേണ്ടി വന്നതാണ്. എന്നാൽ അതോടൊപ്പം തന്നെ സഭാപിതാക്കന്മാരും അന്നത്തെ ഗുരുക്കന്മാരും ചിന്തകരും വേദപുസ്തകത്തിലെ വാക്യങ്ങളെയും ചിന്തകളെയും ആകമാന സന്ദേശത്തെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് 4 പാരഗ്രാഫ് രൂപപ്പെടുത്തിയെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. ആ പശ്ചാത്തലത്തിൽ ഈ പഠന പുസ്തകത്തിൻ്റെ 4 അധ്യായങ്ങളാണുള്ളത്. ആദ്യ അധ്യായത്തിൽ വിശ്വാസ പ്രമാണങ്ങളുടെ വേദപുസ്തക അടിത്തറ എന്നുള്ളതാണ്. ആ ഒരു ലേഖനത്തിൽ പഴയ പുതിയ നിയമങ്ങളിലെ അടിസ്ഥാന വിശ്വാസങ്ങൾ, ദൈവജനത്തിൻ്റെ വിശ്വാസയാത്രയിലെ വിശ്വാസ പ്രഖ്യാപനങ്ങൾ, അവരനുഭവിച്ചറിഞ്ഞ ദൈവത്തെ, വിമോചകനായ ദൈവത്തെ, സൃഷ്ടാവായ ദൈവത്തെ, വീണ്ടെടുക്കുന്ന ദൈവത്തെ, കൂടെ സഞ്ചരിക്കുന്ന ദൈവത്തെ, തെറ്റുകളിൽ നിന്നും അനീതികളിൽ നിന്നും വിടുവിച്ച് നീതിബോധം ഉളവാക്കുന്ന ദൈവത്തെ, ദൈവത്തോടുകൂടെ സഞ്ചരിക്കേണ്ട, ധാർമ്മികത പുലർത്തേണ്ട സമൂഹത്തെക്കുറിച്ച് ഉള്ള വിശ്വാസ പ്രമാണങ്ങൾ പഴയ നിയമത്തിലും
യേശു ക്രിസ്തുവിലൂടെയുള്ള ദൈവത്തിൻ്റെ വെളിപ്പാടിലൂടെ ഉണ്ടായ പുതിയ മാനവികത, പുതിയ മനുഷ്യത്വം, പുതിയ ദൈവികത, പുതിയ സമൂഹം, പുതിയ തുല്യരുടെ സമൂഹം, സ്ത്രീ പുരുഷന്മാർ ഉൾപ്പെടുന്ന ഏക സമൂഹം, അന്യോന്യം കരുതുന്ന സമൂഹം, അങ്ങനെ ധാരാളം ചിന്തകൾ ലഭിച്ചു. അവയൊക്കെയാണ് 1-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. 2-ാം അധ്യായം ഇതിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലത്തെക്കുറിച്ച് സമഗ്രമായിട്ട് അന്വേഷിക്കുകയാണ്. റോമാ സാമ്രാജ്യത്തിൻ്റെ 3 നൂറ്റാണ്ടുകളിലെ പീഡനങ്ങളെ അതിജീവിച്ച സഭ പ്രതിസന്ധികളിൽ പതറാതെ വിശ്വാസത്തോടെ മുന്നേറി. ആ മുന്നേറ്റത്തിൽ അവർ അഭിമുഖീകരിച്ചതായുള്ള വ്യത്യസ്ത ചിന്താധാരകൾ, ദുരുപദേശങ്ങൾ, ഒരു കാലത്ത് അറിയപ്പെട്ട കാര്യങ്ങൾ, അല്ലെ വ്യത്യസ്ത ചിന്താഗതികൾ, ഹെറ്ററോഡോക്സ് ടീച്ചിങ്സ്, അവയോടുള്ള സഭയുടെ പ്രതികരണം, ആ ഒരു തത്വചിന്ത പരിസരം, സാമൂഹിക പരിസരം, രാഷ്ട്രീയ പരിസരം എന്നിവയാണ് 2-ാം അധ്യായത്തിൽ ഇപ്പോൾ ചേർത്തിരിക്കുന്നത്. 3-ാം അധ്യായം വിശ്വാസ പ്രമാണത്തിൻ്റെ ആകമാന സന്ദേശത്തിൻ്റെ ഉള്ളടക്കവും അതിൻ്റെ ഒരു വ്യാഖ്യാനവും വിപുലമായ രീതിയിൽ ചെയ്തിരിക്കുകയാണ്. അത് സമഗ്ര പഠനമാണ്. ഓരോ ക്ലോസിനെയും ഓരോ ആർട്ടിക്കിളിനെയും ഓരോ പ്രധാനപ്പെട്ട വാക്കുകളെ എടുത്തുള്ള ഒരു സമഗ്ര പഠനം. അത് നമ്മുടെ ആരാധനാ ജീവിതത്തിനും നമ്മുടെ വിശ്വാസ നിലപാടുകൾക്കും നമ്മുടെ തലമുറകളെ പരിശീലിപ്പിക്കുന്നതിനും നമ്മുടെ സൺഡേ സ്കൂൾ പഠനത്തെ കുറെ കൂടെ മികച്ചതാക്കുന്നതിനും നമ്മുടെ സഭയിൽ വിശ്വാസത്തിൻ്റെ വ്യക്തത കൂടുതൽ കൈവരിക്കുന്നതിന് സഹായകരമായ ഒരു അധ്യായമാണ് 3-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ ഈ ചിന്തയുടെ നമ്മുടെ തീമായ കാലിക പ്രസക്തി, നിക്കായുടെ കാലിക പ്രസക്തി എന്നതാണ്. അത് സമകാലീന പ്രസക്തിയെക്കുറിച്ച് മനോഹരമായ ചിന്തകളാണ് അതിൻ്റെ എഴുത്തുകാർ പങ്കിടുന്നത്. അത് ഒരു തുല്യരുടെ സമൂഹത്തെക്കുറിച്ച്, രാജാവിൻ്റെയും ചക്രവർത്തിയുടെ അധികാരത്തെക്കാൾ ദൈവസ്നേഹത്തിൻ്റെ സാർവത്രികത അധികാരത്തെക്കുറിച്ച്, ദൈവം സകലത്തെ സൃഷ്ടിക്കുന്നതിലൂടെ ദൈവത്തിൻ്റേതല്ലാതെ ഒന്നുമില്ല എന്നും സകല ജീവജാലങ്ങളോടും മനുഷ്യവർഗത്തോടും ബലഹീനരോട് പ്രത്യേകിച്ചുമുള്ള കരുതലിനെക്കുറിച്ച്, ഒരു തുല്യരുടെ സമൂഹത്തെക്കുറിച്ച് അല്ലെങ്കിൽ തുല്യരുടെ ശിഷ്യത്വത്തെക്കുറിച്ച് ഉള്ള മനോഹരമായ ചിത്രങ്ങൾ അവരതിലെ പങ്കിടുന്നുണ്ട്. വൈവിധ്യങ്ങളെയും ഏകത്വത്തെയും കോർത്തിണക്കുന്നതാണ് തൃത്വം. അതും ആ ചിന്തയുടെ ഒരു സമകാലീന പ്രസക്തിയാണ്. ഒരു വശത്തെ വൈവിധ്യങ്ങൾ, വ്യത്യസ്തതകൾ, ഡൈവേഴ്സിറ്റിയെ ആഘോഷിക്കുക, മറുവശത്ത് ഈ വ്യത്യസ്ത മധ്യത്തിലുള്ള ഏക മാനവികത, ഏക മനുഷ്യത്വം, ഏക ദൈവത്തിലുള്ള ആശ്രയം, ഏക സഭയിലുള്ള നമ്മുടെ അംഗത്വം, ഒരുമിച്ചുള്ള കൂട്ടായ്മ. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു പരസ്പരപൂർവ്വ ഏകതയും വൈവിധ്യവും കൂടെ കോർത്തിണക്കുന്ന ഒരു സമകാലീന സന്ദേശം. ഏറ്റവും പ്രധാനമായിട്ട് ഈ കാലത്തിലെ കുറേയേറെ വെല്ലുവിളികളിൽ നിന്ന് 2 പ്രധാന വെല്ലുവിളികളെ അവരെ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഈ ജെൻഡർ ഇൻജസ്റ്റിസ്, ഒരു പാട്രിയാർക്കൽ പുരുഷ മേധാവിത്വത്തിൻ്റെ സംസ്കാരം ആധുനിക സമൂഹം കൈവിട്ടിട്ടും അത് വീണ്ടും ഇന്ന് മാറാത്ത വാദ പോലെ പിന്തുടരുമ്പോൾ എങ്ങനെയാണ് ഒരു തുല്യരുടെ സമൂഹം സ്ത്രീകളെ സമൂഹത്തിന് മുഖ്യധാരയിൽ കൊണ്ടുവരുന്നത്, സ്ത്രീപുരുഷന്മാർ ഉൾപ്പെട്ട പരസ്പര സമൂഹമായി തീരുന്നത്, അതിന് തടസ്സമായുള്ളതിനെ അതിജീവിക്കുന്ന ചിന്തകളിൽ എന്തൊക്കെയാണ്, ഈ കാലത്തിനനുസരിച്ചുള്ള ഇൻക്ലൂസീവ് ലാംഗ്വേജ് തുടങ്ങിയ സമകാലീന പ്രസക്തികൾ മുന്നോട്ട് വയ്ക്കുന്നു. അതിലേറെ പ്രസക്തമാണ് പരിസ്ഥിതി വെല്ലുവിളികൾ നേരിടുമ്പോൾ പരിസ്ഥിതി ദർശനം, എക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്. ആ ഒരു ചിന്തയും ഇതിനകത്ത് വിസ്തൃതമായി നൽകിയിട്ടുണ്ട്. വിമോചനാത്മകമായ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനങ്ങൾ, വിദ്യാഭ്യാസത്തിൻ്റെ, അതുപോലെ അതിൻ്റെ ഒരു ലിബറേറ്റീവ് മാനങ്ങൾ, അതും ഈ വിശ്വാസ പ്രമാണത്തിൻ്റെ സമകാലീന പ്രസക്തിയാണ്. ഈ 4 അധ്യായങ്ങളിലൂടെ വ്യാപരിച്ച് കിടക്കുന്ന ഈ പുസ്തകം ശരിയായി നാം പഠിക്കുന്നെങ്കിൽ 2025-26 വർഷത്തിൽ മണ്ഡലാംഗ പഠനത്തിനും സഭയുടെ ആകമാന തലത്തിലുള്ള പഠനത്തിനും ഈ പുസ്തകം വലിയ പ്രസക്തി ഉണ്ടാക്കും. ആ പഠനങ്ങളിലൂടെ നമ്മുടെ സഭാജീവിതത്തിനൊരു പുതിയ ദിശാബോധം, പ്രത്യേകിച്ച് ദൗത്യത്തിൽ ഒരു ദിശാബോധം ഉണ്ടാകുമെന്ന ഉറപ്പാണ് ഞങ്ങൾക്കുള്ളത്. അതിനെ സഭയുടെയും സഭാജനങ്ങളുടെയും വിശ്വാസ സമൂഹത്തിൻ്റെയും പിന്തുണ ഞങ്ങൾ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതിന് എല്ലാ സഹായം നൽകിയ റെൻസി അച്ഛനോടും ടീമിനോടുള്ള നന്ദിയും അറിയിക്കുകയാണ്. താങ്ക് യു വൺ ആൻഡ് ഓൾ. അതെ, സഭയ്ക്ക് ഒരു പുതിയ ദിശാബോധം നൽകുന്നതിന് ഈ ചർച്ചകൾ വഴിതെളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.